ഹലോ, ഇന്ന് നമുക്കൊരു ഇഞ്ചിമ്പുളി തയ്യാറാക്കി നോക്കിയാലോ. അപ്പോൾ ഞങ്ങൾ ഇഞ്ചിമ്പുളി എന്നാണ് പറയാട്ടെ. ചില സ്ഥലങ്ങളിലൊക്കെ ചിലർ പുളിയിഞ്ചി എന്നും പറയാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ആവശ്യമുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് 2 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാനിവിടെ നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കുരുവൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. ഇനി നമുക്കൊരു 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിൽ കടുക്, ഉലുവ, കറിവേപ്പില, ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. ഇനി നല്ലോണം ഒന്നത് മൂപ്പിച്ചെടുക്കുക. കരിയാൻ പാടില്ല, തീ കുറച്ചിട്ട് വേണം മൂപ്പിക്കാൻ. ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത ഇഞ്ചി ചേർത്ത് കൊടുക്കുക. അതൊന്നും മൂപ്പിക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഞാനിതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. നമ്മൾ പച്ചമുളക് ചേർത്തുകൊണ്ട് തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി തന്നെ നോക്കി ചേർക്കണം. നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. തീ സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ മുളകൊക്കെ കരിഞ്ഞു പോവും. ഇനി നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ച ശർക്കരയില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് കായം കൂടിയും ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കായം ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണം ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇഞ്ചിമ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.